ഹായ് ഓൾ സൂപ്പർ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോൺ നഴ്സ് യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശില്പ. ഞാൻ കുഞ്ഞു കുട്ടികളുടെ നഴ്സാണ്, UK വർക്ക് ചെയ്യുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 മാസം ആകുന്നു. ഞാൻ ഇത്രയും നാൾ നാട്ടിലായിരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് അല്ലെ ഡിസ്പോസിബിൾ നാപ്പീസ് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു 8 ടൈപ്സ് ഓഫ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് കേട്ടോ. കംഫർട്ടിൻ്റെ കാര്യത്തിലും ലീക്ക് പ്രിവെൻഷനും പിന്നെ റാഷ് പ്രിവെൻഷൻ, നാപ്പി റാഷ് ഒന്നും വരാത്തത് ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഫോർഡബിലിറ്റി, പ്രൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. പിന്നെ ഏതൊക്കെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, എസ്പെഷ്യലി ന്യൂ ബോൺ പീരീഡിലൊക്കെ നല്ല നാപ്പീസ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള ഫസ്റ്റ് നാപ്പി ഇതാണ് കേട്ടോ. ഇത് പാമ്പേഴ്സിൻ്റെ ന്യൂ ബേബി എന്ന് പറയുന്ന ഒരു ഡയപ്പറാണ്. ഇത് ടേപ്ഡ് ഡയപ്പറാണ്, അതായത് ഇതിനൊരു ടേപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നു. ഞാനിത് കൂടുതലും ന്യൂ ബോൺസിൻ്റെ എന്ന് പറയാൻ കാരണം ഇത് ഇവർ സ്പെഷ്യലി പാമ്പേഴ്സിൻ്റെ ബ്രാൻഡ് പറയുന്നത് സ്പെഷ്യലി ഒരു ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് ഡെലിക്കേറ്റ് സ്കിന്നായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന നാപ്പിയാണെന്നാണ്. പിന്നെ ഇത് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു നല്ല സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു നാപ്പിയാണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാപ്പിയാണ്. കോസ്റ്റ്ലി ആണ്, പക്ഷേ എങ്കിൽ പോലും ന്യൂ ബോൺ ബേബീസിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു നാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 1 വീക്ക് 2 വീക്കൊക്കെ നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പോലും ഇതുപോലെ ടേപ്ഡ് ആയിട്ടുള്ള വേറെ നാപ്പി നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കും. മീമിക്ക് ഇങ്ങനെ ഒരു ടേപ്ഡ് നാപ്പി ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഈ അമ്പലിക്കൽ കൊടി, പൊക്കിൾ കൊടി അവിടെ ഉണങ്ങി വീഴുന്നത് വരെ നമ്മൾ ഡയപ്പർ തുറന്ന് വെക്കണമല്ലോ. അപ്പോൾ ആ ഭാഗത്ത് ഇത് സ്റ്റിക്കായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഭാഗം അങ്ങ് മടക്കിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന നാപ്പീസ് വളരെ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് പെർ പീസ് 14 രൂപ 13 പൈസയാണ് കേട്ടോ. ഞാനിപ്പോൾ ന്യൂ ബോൺ ബേബീൻ്റെ റേറ്റാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി സ്മോള് മീഡിയം ഒക്കെ ആകുമ്പോൾ റേറ്റ് കൂടിക്കൂടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ന്യൂ ബോൺ ബേബീൻ്റെ റേറ്റിൽ വെച്ച് പറയുക, അതാകുമ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പം 14 രൂപയുണ്ട്, അത് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ആദ്യത്തെ ഒരു 2 വീക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. 100% ലീക്ക് പ്രൂഫാണ്, റാഷസ് ഒന്നും വരുകയില്ല, നല്ല റാഷ് പ്രിവെൻഷൻ ഉണ്ട്. എൻ്റെ കുഞ്ഞിന് റാഷൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഇതിന് ഒരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ എന്നും പറഞ്ഞൊരു യെല്ലോ ലൈനുണ്ട്. അപ്പം യൂറിൻ പാസ് ചെയ്യുക, സ്റ്റൂൾ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രീൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇത് അപ് ടു 5 kg ഉള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടൊരു 3 വീക്സോളം ഇത് യൂസ് ചെയ്ത് കുഞ്ഞിന്. അതിനുശേഷം ഞാൻ പിന്നെ ബാക്കിയുള്ള നാപ്പീസിലേക്കൊക്കെ പോയി കേട്ടോ, കാരണം ഇത് നല്ല റേറ്റ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വിചാരിച്ചു റിവ്യൂ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നുകൂടെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ ബാഗൊക്കെ വേണമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചു. അപ്പോഴത്തേനും കുഞ്ഞൊരു 3 months ഒക്കെ ആയിരുന്നു. പക്ഷേ സെയിം സൈസ് തന്നെ മോൾക്ക് പാകമായിരുന്നു. അപ്പോൾ അതായത് അപ് ടു 5 kg വരെ ഈ സെയിം സൈസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തേത് പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ പാൻസ് കേട്ടോ. ഇത് പാൻസ് ആണ്, ടേപ്ഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് അല്ല. ഇത് തന്നെ ഒരു പ്രീമിയം ഡയപ്പർ തന്നെയാണ് ഇത്. നല്ല അബ്സോർബൻസി ഉണ്ട്, ലീക്ക് പ്രിവെൻഷൻ ഉണ്ട് 100%. പിന്നെ നല്ല കംഫർട്ടാണിത്, സോഫ്റ്റാണ് മെറ്റീരിയൽ. ഇതിനും വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 രൂപ 44 പൈസ കേട്ടോ. അപ്പം മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. റാഷുള്ള കുഞ്ഞുങ്ങൾക്ക് പിന്നെ നൈറ്റ് ടൈം ഒക്കെ ലീക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് നാപ്പിയാണ്. അപ്പോൾ മൂന്നാമതായിട്ട് എൻ്റെ ലിസ്റ്റിലുള്ളത് ഹഗ്ഗീസിൻ്റെ വണ്ടർ പാൻറ് കേട്ടോ. പാൻസ് തന്നെയാണ്, നോർമലി ഒരു ഡെയിലി യൂസിന് നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പറ്റിയ ഒരു നാപ്പിയാണ് കേട്ടോ. ഞാനിതൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടു. കംഫർട്ട് ഓക്കെയാണ്, മറ്റേതുപോലെ അത്രയും വലിയൊരു കംഫർട്ടല്ല, പക്ഷേ അത്യാവശ്യം ഒരു ഡീസൻറ്റ് കംഫർട്ട് കിട്ടുന്നുണ്ട് ഇതിനൊന്നും തോന്നുന്നു. അത്യാവശ്യം സോഫ്റ്റാണ്. പിന്നെ ലീക്ക് പ്രിവെൻഷൻ ഒരു ഏകദേശം മോഡറേറ്റ് ടു ഹൈ എന്നൊക്കെ പറയാം. നമ്മളൊരു 3 to 4 hours ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ റാഷ് പ്രിവെൻഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ലൈൻ ഒന്നുമില്ല, വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ഒരു മോഡറേറ്റ് എന്ന രീതിയിൽ ഒരു ഡെയിലി യൂസിന് നമ്മൾ എന്നും യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 1 month കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഒരു നാപ്പിയാണ് കേട്ടോ. നാലാമതായിട്ട് എൻ്റെ ലിസ്റ്റിലുള്ളത് പാമ്പേഴ്സിൻ്റെ ഓൾറൗണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡയപ്പറാണ് കേട്ടോ. ഇതിനകത്ത് അലോവേരൻ്റെ എക്സ്ട്രാ ഒരു ലോഷൻ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിനെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. സ്മെല്ല് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഒരു സ്മെല്ല് വരുന്നത് കുഞ്ഞിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ കംഫർട്ട് വൈസ് ഇത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ലീക്ക് പ്രിവെൻഷനും ഉണ്ട്, റാഷ് പ്രിവെൻഷനും ഒക്കെ ഉണ്ട്. ഇതിന് ഒരു എക്സ്ട്രാ ജെല്ല് ഇവരിതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊന്ന് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. നൈറ്റിലൊക്കെ സ്പെഷ്യലി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളൊരു നാപ്പി മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വീർത്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഓ ഇത്ര യൂറിൻ വന്നോ
ആവോ എന്നൊക്കെ വെച്ച് ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് ഈ നാപ്പീൻ്റെ തന്നെ ഇവർ ഇതിനകത്ത് എന്തോ ഒരു ജെല്ല് പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ വീർത്ത് വരുന്നത്. ഇതിൻ്റെ റേറ്റും കൂടുതലാണ്. റേറ്റ് 9 രൂപ 13 പൈസയാണ് കേട്ടോ. അഞ്ചാമതായിട്ട് എൻ്റെ ലിസ്റ്റിലുള്ളത് ഹഗ്ഗീസിൻ്റെ നാച്ചുറൽ സോഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡയപ്പറാണ്. ഇതൊരു പാൻ ടൈപ്പ് ഡയപ്പറാണ്. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ലീക്ക് പ്രിവെൻഷനും റാഷ് പ്രിവെൻഷനും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിതിനകത്തൊരു പ്രോബ്ലം തോന്നിയത് ഭയങ്കര ഹെവിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കണ്ടറിയാം. ഇത്തിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. ഇത്തിരിയുടെ യൂറിനൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് അഞ്ചാമത്തെ ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8 രൂപ 18 പൈസയാണ് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്ഷേ ഡെയിലി യൂസിനും നൈറ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഒരു ഹെവിനെസ് കാരണമാണ് ഞാനിത് ബാക്ക് 5ലേക്ക് ആക്കിയത് കേട്ടോ. അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹഗ്ഗീസിൻ്റെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പറാണ് കേട്ടോ. ഇനി ആറാമത്തേത് മാമി പോക്കോ എന്ന് പറയുന്ന ഒരു ഡയപ്പറാണ്. ഇത് ബ്രാൻഡ് ടൈപ്പാണ്. നമ്മളൊരു 1 മന്ത് അല്ലെങ്കിൽ 1.5 2 മന്ത്സ് ഒക്കെ ആയിട്ട് മേടിക്കുന്നതാണ് നല്ലത്. ഇത്തിരി വലുപ്പം വൈസ് ന്യൂ ബോൺ ബേബിക്ക് ഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കംഫർട്ട് വൈസ് ഓക്കെയാണ്. ഒരു മോഡറേറ്റ് കംഫർട്ടാണ്. പിന്നെ ഏതായാലും നമ്മുടെ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ അത്രയൊന്നും വരത്തില്ല. പക്ഷേ ഓക്കെയാണ്. പിന്നെ ലീക്ക് പ്രിവെൻഷനോ മോഡറേറ്റ് ആണ്. റാഷ് പ്രിവെൻഷനും മോഡറേറ്റ് ആണ്. ഈ നാപ്പി റാഷിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ആ പർട്ടിക്കുലർ മെറ്റീരിയലും അവരാ യൂസ് ചെയ്യുന്ന സംഭവമൊക്കെ അലർജി ഉണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ മോൾക്ക് ഇതൊന്നും അലർജി ആയിട്ട് വന്നില്ല. പക്ഷെ നിങ്ങളിത് പേഴ്സണലി യൂസ് ചെയ്തിട്ട് വേണം നോക്കാൻ കേട്ടോ. അപ്പം ഒരു ഡെയിലി യൂസിന് പറ്റിയതാണ്. പിന്നെ നൈറ്റിൽ നമ്മൾ ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 3 അവേഴ്സ് 4 അവേഴ്സിൽ കൂടി പോകുവാണെങ്കിൽ ചിലപ്പോൾ ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനൊരു എക്സ്ട്രാ അബ്സോർബ് എന്ന് പറഞ്ഞൊരു വേറൊരു വേർഷനുണ്ട്. എക്സ്ട്രാ അബ്സോർബ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വേർഷനിൽ കുറച്ചുകൂടെ ലീക്ക് പ്രിവെൻഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6 രൂപ 50 പൈസ. അപ്പം കുറഞ്ഞു വരുവാണ് കേട്ടോ റേറ്റ്. അതിനനുസരിച്ച് ക്വാളിറ്റിയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബൾക്കായിട്ട് മേടിക്കുവാണെങ്കിൽ മാമി പോക്കോ വാങ്ങിക്കുവാണെങ്കിൽ റേറ്റ് നന്നായിട്ട് കുറഞ്ഞ് കിട്ടുമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏഴാമതായിട്ട് വരുന്ന ടെഡി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് കേട്ടോ. ടെഡീൻ്റെ ഡയപ്പറാണ്. പാൻസാണിത്. ഇതെനിക്കൊരു വലിയ സോഫ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇത്തിരി ഹാർഡ് തന്നെയാണ്. ഒരു 2 മന്ത്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിന് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ന്യൂ ബോൺ ബേബീസിനൊന്നും ഈ ഒരു ഷേപ്പിൽ അത്ര കംഫർട്ടായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ അമ്പലിക്കൽ കോഡൊക്കെ വരുന്നതുകൊണ്ട് ഈ പുക്കിൾക്കൊടിയൊക്കെ വരുന്നതുകൊണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6 രൂപ 65 പൈസയാണ്. അപ്പം മാമി പോക്കോനേക്കാളും കുറച്ച് കൂടുതലാണ്. പക്ഷേ അത്രയും ഒരു സോഫ്റ്റ്നെസ് എന്ന് തോന്നുന്നില്ല എനിക്ക്. പിന്നെ ലീക്ക് പ്രിവെൻഷൻ മോഡറേറ്റ് ആണ്. റാഷ് പ്രിവെൻഷൻ ഓക്കെയാണ്. എൻ്റെ കുഞ്ഞിന് അലർജി ഒന്നും വന്നില്ല. അപ്പം അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു നാപ്പിയാണ്. നമുക്കൊന്ന് പുറത്ത് പോകാം. നമ്മളിപ്പോൾ ക്ലോത്ത് ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഒരു ഡയപ്പർ വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. അടുത്തത് എട്ടാമത്തെ ലിസ്റ്റിൽ വരുന്നതാണ് സപ്പിൾസ് കേട്ടോ. ഈ ആമസോണിൻ്റെ ബ്രാൻഡാന്നൊക്കെ കണ്ട് ഞാൻ ചാടിക്കറി കുറേ വാങ്ങിച്ചു പോയി. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഭയങ്കര കുറവാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് ചെറുതായി പോകും. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വലുതാവുന്ന ഒരു സ്റ്റേജ് ആണല്ലോ. ഒരു 2-3 മന്തൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് ചെറുതായി പോകും. പിന്നെ അവിടെ ഇവിടെയൊക്കെ മാർക്കിങ്സ് ഒക്കെ ഉണ്ടാക്കും. കാരണം ഇവിടെ ഇത്രയും ഒരു വലിയ സോഫ്റ്റ് ഒന്നും അല്ല ഇത്. ഒരു പ്ലാസ്റ്റിക്കി നേച്ചറൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അബ്സോർബൻസി വളരെ മോശമാണ്. 3 അവേഴ്സ് 2 അവേഴ്സ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത്രയൊക്കെ പറ്റുള്ളൂ. നൈറ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാപ്പി അല്ല ഇത്. പക്ഷേ ഡേ ടൈമിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ പുറത്ത് പോകുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റേറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു നാപ്പിയാണ്. അപ്പോൾ റേറ്റ് വളരെ കുറവാണ്. 6 രൂപ 31 പൈസ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരെയും കാണുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു കേട്ടോ. വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് എല്ലാവർക്കും എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇവർ കഴിഞ്ഞുള്ള ആദ്യത്തെ 1 മന്ത് 2 മന്ത് ഒക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൂടെ ആയിരിക്കും പോകുന്നത്. കാരണം ഇതെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് ആ കുഴപ്പം ഈ കുഴപ്പം ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അമ്മമാർക്ക് അതൊരു റിലീഫാകും, ഒരു സ്ട്രെസ് റിലീഫ് ആകുമല്ലോ. പിന്നെ ഞാനിതിൽ കുറേ നാളായിട്ട് പഠിച്ചതും അതുപോലെ തന്നെ ഞാൻ ഈ ന്യൂ ബോൺസിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തു. ഇപ്പം ഞാൻ ക്രിട്ടിക്കലി ഉള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ICUലാണ് വർക്ക് ചെയ്യുന്നത്. UK ആയതുകൊണ്ട് തന്നെ പാരൻസിനോടുള്ള കൂടുതലും പാരൻസിനെ കെയർ ചെയ്യുക, പാരൻസിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് നമ്മളിപ്പം
കൂടുതൽ ഇവിടെ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് നമ്മൾക്ക് ഇത്രയും പാരൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ നമ്മുടെ മലയാളി അമ്മമാർക്ക് ഇത് ശരിക്കും ഒരു ഹെൽപ്ഫുൾ ആകും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം എല്ലാവരും കാണുന്നതിൽ. നിങ്ങൾക്ക് ചെറിയ ചെറിയ പുതിയതായിട്ട് വരുന്ന അമ്മമാർ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയമാണെങ്കിൽ എന്നോട് ചോദിക്കാം. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിട്ട് സംസാരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അവിടെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.